Hi, question number 18. Yes, let's read the question. A proton of mass mp has the same energy as that of a photon of wavelength lambda. If the proton is moving at a non-relativistic speed, then ratio of its de Broglie wavelength to the wavelength of photon. ഓക്കെ, നോൺ റിലേറ്റിവിസ്റ്റിക് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡിനോട് കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡിലല്ല എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് ആൻസർ നോക്കൂ, ലാംഡൻ്റെ റേഷ്യോ ആണ് ചോദ്യം. ഇൻ ടേംസ് ഓഫ് എനർജി ഒക്കെയാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. സെയിം എനർജി എന്ന് ഇവിടെ പറഞ്ഞല്ലോ. യെസ്, സെയിം എനർജി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാംഡ ഡി ബ്രോയി വേവ് ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഡി ബ്രോയി വേവ് ലെങ്ത് ഓഫ് പ്രോട്ടോൺ പ്രശ്നമില്ല, ദാറ്റ് ഈസ് എച്ച് ഡിവൈഡഡ് ബൈ പി ആണ്. അതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഇയിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? എച്ച് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 2m(e) എന്ന് നമുക്ക് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 അവിടെ കേട്ടെ. നൗ ഫോട്ടോണിൻ്റെ കേസിൽ നമുക്ക് എന്താ പറയാം? ഫോട്ടോണിൻ്റെ കേസിൽ എച്ച് സി ബൈ ഈസ് ഈക്വൽ ടു എച്ച് സി ഡിവൈഡഡ് ബൈ ലാംഡ ഫോട്ടോൺ. Therefore, here you can write lambda photon that is equal to hc divided by E എന്ന് കൊടുക്കാം. That is equation number 2. Equation number 2. Now finished അല്ലേ? Lambda proton divided by lambda photon that is equal to h divided by root of 2m(e) into hc divided by E. H cancel ചെയ്യുന്നു. H cancel ചെയ്താൽ what else is there? 1/c is there. Then 1 by, not 1 by, but root of E cancel ചെയ്തു. ഒരു root E cancel ചെയ്തു. അപ്പോൾ root E divided by 2m. where m is mass of proton. ഇങ്ങനെ ആൻസർ ഉണ്ടോ? 1/c. Yes, option 3 is correct. Option 3 is the right answer.